എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ ഒരു അനാദികാലം. ഇപ്പോൾ എഫേസ്യസ് 1:4 അനുസരിച്ചാണെങ്കിൽ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ദൈവ മനസ്സാണ്. എന്താണ്? തൻ്റെ മുമ്പാകെ താൻ സൃഷ്ടിക്കാൻ പോകുന്ന മക്കൾ യേശുക്രിസ്തുവിൽ നിഷ്കളങ്കരായിരിക്കണം, പരിശുദ്ധരായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈശോയെ ഉൾക്കൊള്ളാനുള്ള ഉദരം, ആ ഈശോയെ ഉൾക്കൊള്ളാനുള്ള ദൈവ പൈതലിനെ, പരിശുദ്ധ അമ്മയെ ദൈവം അമലോത്ഭവയായി സൃഷ്ടിച്ചത്. എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന്, എന്തിനാണ് വെളിപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ? മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് അത് ആധ്യാത്മികമായ അടിസ്ഥാനപരമായ ദൈവത്തെ മനസ്സാണ്. അതിനേക്കാളെല്ലാം ഉപരി ഈ അമലോത്ഭവയായിരുന്ന ആളാണ് ദൈവതിരുസന്നിധിയിൽ എഫേസ്യൻസ് പറയുകയാണെങ്കിൽ യേശുവിൻ ദൈവതിരുസന്നിധി സ്നേഹത്തെ പരിശുദ്ധിയായിരുന്ന ആൾ, നിഷ്കളങ്കയായിരുന്ന ആൾ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം തിരഞ്ഞെടുത്ത ആളാണ്. ഇതിനേക്കാൾ വലിയൊരു ആളില്ല ദൈവത്തിൻ്റെ കയ്യിൽ. ആ ആളാണ് പെറ്റുകിടക്കാൻ വേണ്ടി ഒരു കട്ടിൽ ചോദിച്ച് കരഞ്ഞുകൊണ്ട് നടന്നത്. മനസ്സിലായ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇത്രയും യോഗ്യതയുള്ള ആൾ, യോഗ്യതയാണല്ലോ നമ്മുടെ വിഷയം. ഇതേക്കാൾ യോഗ്യത ഒരു മനുഷ്യന് എങ്ങനെ ഉണ്ടാവും? ദൈവം ആഗ്രഹിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് യോഗ്യതയുള്ള ആളാണ് പരിശുദ്ധ അമ്മ. അല്ലാതെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പഠനങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയല്ല, ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുള്ള യോഗ്യതയാണ്. എന്താണ്? തൻ്റെ മുമ്പാകെ നിഷ്കളങ്കത, സ്നേഹത്തെ പരിശുദ്ധത, നിഷ്കളങ്കത. ഇത്രയും യോഗ്യത പോരെ? ഇത്രയും യോഗ്യതയുള്ള ആളും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് പെറ്റുകിടക്കാൻ ഒരു ഇറയം പോലും കിട്ടാണ്ടിരുന്നത്? ചാണാക്കുഴി പോയി കാലികളുടെ കൂടെ, മൃഗങ്ങളുടെ കൂടെ, മൃഗങ്ങളെപ്പോലെ പെറ്റുകിടക്കേണ്ടി വന്നത്. അതാണ് വിഷയം. എന്തേ പോയതല്ലേ? നമ്മുടെ ഒരു യോഗ്യതയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാനപരമായ യോഗ്യതയല്ലെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. നിങ്ങളെ വിശുദ്ധി പാലിക്കുന്നു, നിങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നു, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എനിക്കെന്താണ് രോഗം? ഞാൻ ഇങ്ങനെ വിശുദ്ധി പാലിച്ചിട്ടും എനിക്കെന്താണ് ജോലി കിട്ടാത്തത്? ഞാൻ ഇത്രയും ജപമാല ചൊല്ലിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിച്ചിട്ടും എനിക്കെന്താണ് ജോലി കിട്ടാത്തത്? എൻ്റെ വിവാഹം എന്താണ് ഒത്തുവരാത്തത്? എനിക്കെന്താണ് കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. സത്യദൈവത്തെയാണ് നീ ആരാധിക്കണമെങ്കിൽ. കാരണം ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൻ്റെ യോഗ്യതയാകുന്ന പ്രാർത്ഥനയോ അതുപോലെ തന്നെ നീ കൈവരിക്കുന്ന പരിശുദ്ധിയോ ഒന്നും കൊടുത്തിട്ട് അനുഗ്രഹം പിടിച്ചു മേടിക്കേണ്ട ഒരു യോഗ്യത, അഥവാ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയുള്ള ഒരു തരികിട പരിപാടിയായിട്ട് നിൻ്റെ ഭക്തകൃത്യത്തെയും വിശുദ്ധ ജീവിതത്തെയും നീ അധപ്പതിപ്പിക്കരുതെന്നാണ് കർത്താവ് നിന്നോട് അമലോത്ഭവ തിരുനാളിൽ പറയാനുള്ളത്. അതാണ് സന്ദേശം. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുരുകത്തിനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുരുകത്തിനമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ. മക്കളാണ് ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാണ് ഞങ്ങൾക്കെന്നും ആനന്ദമേ. അതുകൊണ്ട് ഒരിക്കലും ഈ ജന്മത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ നോൻപ് എടുക്കുന്നുണ്ട്, വെജിറ്റബിൾ മാത്രമേ ഇപ്പം കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ മകളെ കെട്ടിച്ചു തരണം, അങ്ങനെ പറയരുത്. കാര്യം ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ സൽപ്രവൃത്തികളൊക്കെ യോഗ്യതയാക്കി വെച്ചാൽ അതൊരു ബാർട്ടർ സിസ്റ്റം പോലെ വരും. പണ്ട് കാശൊന്നും ഇല്ലാഞ്ഞ, നാണയം കണ്ടുപിടിക്കാഞ്ഞ കാലത്ത് മനുഷ്യൻ എന്ത് ചെയ്യും? നെല്ലുള്ളവൻ മീനുള്ളവനും നെല്ല് കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും, ഇല്ലേ? കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റമായിരുന്നു.
അത് ഒരു 10-60 കൊല്ലം മുമ്പ് വരെ എനിക്ക് എൻ്റെ മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന ആളിനെ കുഞ്ഞുനാളിൽ അപ്പൻ അരിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് കാശ് കയ്യിലില്ല, നാണയങ്ങളൊക്കെ ആൾക്കാരുടെ കയ്യിൽ കുറവാണ്. ഇപ്പോഴല്ലേ ഒത്തിരി കാശായി വരുന്നത് ആൾക്കാരുടെ കയ്യിൽ. പണ്ട് ക്രയവിക്രയത്തിനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഓരോരുത്തരും കൈമാറ്റങ്ങളാണ് ഉണ്ടായത്. പള്ളികളിലൊക്കെ ഉണ്ടായിരുന്ന പെരുന്നാളിനൊക്കെ ജനങ്ങൾ ഒരു സാധനം കൊണ്ടുവരും, അവർക്കുള്ള കൊടുത്തിട്ട് അവിടെയുള്ള വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെയായിരുന്നു. ഇങ്ങനൊരു ബാർട്ടർ സിസ്റ്റമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ വരണ്ടെന്നാണ് അമലോക തിരുനാളിന് ഈശോ പറയേണ്ടത്. കാര്യം എന്താണ്? ലൂക്ക 2:7 എന്താ എഴുതിയിരിക്കുന്നത്? ഈ അമലോത്ഭവമായിരുന്ന, തൻ്റെ മുമ്പാകെ നിഷ്കളങ്കയായിരുന്ന, പരിശുദ്ധിയായിരുന്ന ആൾ തന്നെയാണ് അപ്പ പെറ്റുകിടക്കാനൊരു കട്ടിരുതാ അപ്പ ഒരു ഇറയം കാണിച്ചതാന്ന് ചോദിച്ചിട്ട് അപ്പം മിണ്ടാതിരുന്നത്. അപ്പം മിണ്ടിയില്ലല്ലോ. നമ്മൾ ഓരോ കാര്യത്തിനും പള്ളി ഞാൻ എന്നാത്തിനാ പ്രാർത്ഥിച്ച മടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കണ്ടാമൃഗങ്ങൾ വീട്ടിൽ പ്രാർത്ഥനയില്ല, ചുമ്മാ ജഡികനെ പോലെ ജീവിക്കത്തില്ലേ? മറുപടി പറയേണ്ടി വരും. പറഞ്ഞേക്കാം. ഈ ചെറിയ നോൻപ് കാലം എന്നൊക്കെ പറഞ്ഞാൽ എന്താണിത്? ഇതൊരു വലിയ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ചെറിയ നോൻപെന്ന് നമ്മൾ പറയണത്. പക്ഷേ ദൈവം ഇതുകൊണ്ട് വലിയൊരു വിഷയം കൈകാര്യം ചെയ്യും. എന്താണ്? നീ ദൈവത്തെ വിധിക്കരുത്. നീ നക്കാപ്പിച്ച കാര്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലേ, അവർ ആ മകളെ കെട്ടിക്കാൻ ഞാൻ സഹായിച്ചില്ലേ, എന്നിട്ട് എൻ്റെ ഒരു ജീവിതം വന്നപ്പോൾ ദൈവമില്ല, ആരുമില്ല, അച്ഛനുമില്ല, പള്ളിയില്ല, പട്ടക്കാരനുമില്ല, ഇങ്ങനെ പെയ്തും പെരക്കി പിച്ചും പെയ്യും പറഞ്ഞ് പ്രാന്ത് ആയിട്ടിരിക്കേണ്ട ഒരു കഥയില്ല. മറിച്ച് ദൈവത്തെ നമ്മളുടെ എന്തെങ്കിലും സൽപ്രവൃത്തി കൊണ്ട് വിലക്ക് വാങ്ങാൻ ഉദ്യമിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജഡികമായ ആധ്യാത്മികത എന്ന് പറയും. ഒരു ഫിസിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. ഇന്ന് നിർഭാഗ്യവശാൽ സഭയിലെ ഒരു നല്ലൊരു ശതമാനം ജനങ്ങൾ ആചരിക്കുന്നത് ഈ ഫിസിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ എന്തിനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവത്തിന് വേണ്ടിയാണ്, അല്ല ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ്. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിൻ്റെ വചനങ്ങളിലൂടെ വിശുദ്ധിപ്പാൽ ജീവിക്കുകയും ചെയ്യുന്നത് എന്താണ്? എൻ്റെ മക്കളെ എല്ലാം അങ്ങനെ ഹരിച്ചും കൂട്ടിയും കുണിച്ചും ഒക്കെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. എന്താണ്? ഇപ്പോഴേ ലൂക്ക 2:7 എന്താ എഴുതിയിരിക്കുന്നത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പോരെ? അവർക്ക് ഈ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കാതെ ഇപ്പം 2:7 സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അത് എപ്പോഴാണ് ലഭിക്കാഞ്ഞത്? അവിടെ എന്താ പരിപാടി കാണാൻ പോയിട്ട് അന്തി ഉറങ്ങാനൊരു സ്ഥലം ചോദിച്ചതല്ലേ? ദൈവത്തിൻ്റെ പൊന്നോപമനെ പെറ്റുകിടത്താൻ വേണ്ടി ഒരു സ്ഥലം ചോദിച്ചതാണ്. അല്ലാതെ അവർ ഫെസ്റ്റിവലിന് പോയതിനു ശേഷം രാത്രി അന്തി ഉറങ്ങാൻ സ്ഥലം ചോദിച്ചതല്ല ദൈവത്തോട്. ദൈവം പറഞ്ഞതനുസരിച്ച് ഗർഭം ധരിച്ചതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ പ്രസവിക്കാനിടാൻ ചോദിച്ചതാണ്. അതിനേക്കാൾ ഒരു മനുഷ്യന് എന്ത് ദൈവത്തിന് അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ മാതാവ് എന്തിനാണ് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്? ഇത് എന്നിട്ടും അവർ ചോദിച്ചുകൊണ്ട് നടക്കും. എന്തിനങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാൻ കാര്യം? മിണ്ടിയില്ലല്ലോ ആൾ. മിണ്ടിയോ? മിണ്ടുകയില്ല. അതാണ് മറിയത്തിൻ്റെ മൗനം എന്ന് പറയുന്നത്. നമ്മൾ 2:19 വായിക്കുമ്പോൾ എന്താണ്? ഇത്രയും വലിയ സങ്കടകരമായ അവസ്ഥ ഉണ്ടായെങ്കിലും അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നു. അതാണ് മറിയത്തിൻ്റെ യോഗ്യത. ദൈവത്തിനെ നമ്മുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ന്യായമായി നമുക്ക് ലഭിക്കാനുള്ള വിഷയങ്ങൾ, അതിൻ്റെ മേൽ പോലും ദൈവം ന്യായമായ നടപടി എടുക്കുന്നില്ലെങ്കിൽ വീണ്ടും ദൈവമേയെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്താണ്? ഹൃദയത്തിലാണ് സംഗ്രഹിച്ചത്, അല്ല തലയിലല്ല സംഗ്രഹിച്ചത്. ഹൃദയത്തിൽ ആരായിരിക്കണത്? ദൈവമാണ് ഇരിക്കണത്. ദൈവത്തിന് കൊടുത്തെന്ന് തനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, തനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ, ന്യായമായി കിട്ടാണ്ട ഉത്തരങ്ങൾ കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ ആരോടാ പറയണത്? നാട്ടുകാരോടാ പറയണത്? അല്ല, അമ്മയ്ക്കറിയാം ആരോടാ പറയേണ്ടത്. അമ്മ പറഞ്ഞു, അപ്പായാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത്, അപ്പായോട് തന്നെ അത് ഞാൻ തിരിച്ച് സമർപ്പിക്കണമെന്ന് പറയും. അതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അഹങ്കാരി അല്ലാത്തത് കൊണ്ടാണ്. അമ്മ എന്തുകൊണ്ടാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത്? അതെ, ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം, ഹല്ലേലൂയ, യേശു സ്വസ്ഥം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. ആബാ പിതാവേ, ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ. ആബാ പിതാവേ, ദൈവമേ,
നേരിടും